പിന്നെ ഒന്ന് റിബ എന്ന് പറഞ്ഞാൽ എന്താണ്? പലിശയാണോ എന്നാണ്. റിബ എന്ന് പറഞ്ഞാൽ പലിശയാണോ എന്ന് ചോദിച്ചു. റിബ എന്ന് പറഞ്ഞാൽ പലിശ എന്നല്ല. ഒരു പലിശയെ മാത്രമായിട്ട് എന്താ പറയുന്നത്? 100,000 ചൂഷണങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്, സാമ്പത്തിക ചൂഷണം. അതിൽ ഒരു പലിശയെ മാത്രം ഖുർആൻ എടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? വൈജ്ഞാനിക വായനയിൽ റിബ എന്താണ് എന്നാണ് ചോദ്യം. ആ വാക്ക് മാത്രം ഒന്ന് വിശദീകരിച്ച് പോവുകയാണ്. അതിന്റെ ഒരുപാട് ആയത്തുകൾ റിബ വിശദീകരിക്കുന്നത്. റിബ എന്ന് പറഞ്ഞാല് നമ്മുടെ വളർച്ചയെ തടയുക എന്നാണ്. റബ എന്ന് പറഞ്ഞാൽ വളരുക എന്നാണ്. റബ്ബ് നമ്മിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബോധമാണ് നമ്മുടെ റബ്ബ്. ഈ പ്രപഞ്ചത്തിന്റെ ബോധമാണ് മുത്തലക്കായ ബോധം. ഓരോരുത്തർക്കും ഒരു റബ്ബുണ്ട്. അതും ഈ കൂട്ടത്തിൽ ഞാനൊന്ന് വിശദീകരിച്ചു പോകാം. ഞാന് ഹാഫ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു നിങ്ങൾ ഇത് ആളുകൾ പഠിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്, അല്ലാതെ ഇങ്ങനെ ചോദ്യം വരൂല. ആളുകൾ അന്വേഷിച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ എന്നോ കോഴിക്കോട് നടന്ന ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഹാഫ എന്ന് പറഞ്ഞാൽ പേടിച്ച് കുറച്ച് അന്തം വിട്ടു പോവുകയല്ലാന്ന്. എന്നെ പേടിക്കൂ എന്ന് അള്ള പറയുന്നുണ്ട്. ആകെ എന്നെ പേടിച്ച് ഇടങ്ങാറായി വിഷമിച്ച് അള്ളാനെ പേടിച്ച് നടക്കണം എന്നല്ലല്ലോ. ഹാഫ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കുക, മറച്ചു വെക്കുക. നമുക്ക് പേടി, ഒരു കാട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് എന്താ പേടി? അതിലെന്തോ ഭീകരമായ ജീവികൾ അതിന്റെ ഉള്ളിലുണ്ട് എന്ന, മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന ഒരു ബോധമാണ് നമ്മുടെ ഹൗസ്. അതാണ് ആ വാക്കെന്നെ ഇത് വന്നതാണ്. നമ്മളൊരു ഭയങ്കരമായ ഒരു കാട്ടിൽ പ്രവേശിച്ചു. നമുക്ക് ഒരു ഭയം വരുന്നത് എന്തുകൊണ്ടാണ്? ആ കാട്ടിനുള്ളിൽ ഏതോ സിംഹം പോലെയുള്ള ഭീകരമായ ജീവികളോ നമ്മെ ആക്രമിക്കുന്ന ആളുകളോ ആരോ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെന്ന, മറഞ്ഞിരിക്കുന്നുണ്ടെന്ന ഈ ബോധമാണ് നമ്മുടെ ഹൗസ്. അതിൽ നിന്ന് അതാണ് മറഞ്ഞിരിക്കുക, ഒളിഞ്ഞിരിക്കുക, ഒളിപ്പിച്ചു വെക്കുക എന്നാണ് ഹാഫ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്നോട് ചോദിച്ചതാണ് ഒരു ഉസ്താദാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ജ്ഞാനിയാണ് അദ്ദേഹം. അപ്പൊ അമ്മാമൻ ഹാഫ മഖാമ റബ്ബിഹി വനഹന്ന അനിൽ ഹവ എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെ മനസ്സിലാക്കുക? വലാ യഖാഫു ഉഖ്ബാഹ, അള്ളാഹ്ക്ക് പോലെ പേടില്ല. ഈ ജനത എന്തായിത്തീരും, അവരുടെ പര്യവസാനം എന്താണ് എന്നതിനെ കുറിച്ച് അള്ളാഹ്ക്ക് പേടിയില്ല. അല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ പേടിച്ച് കിടക്കല്ലേ. വദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ വലാ യഖാഫു ഉഖ്ബാഹ. ആ ജനത ചെന്നെത്തുന്ന പര്യവസാനം ഉഖ്ബ, അതിന്റെ പര്യവസാനത്തെ കുറിച്ച് റബ്ബിന് പേടിയില്ല. ബാക്കിയൊക്കെ അള്ളാഹ് പേടിയാണ്. അല്ല, വലാ യഖാഫു ഉഖ്ബാഹ, അവര് ചെന്നെത്തുന്ന അതിന്റെ തഅഖീബ്, അതാണ് ഉഖ്ബ, അതാണ് യാഖൂബ്, തഅഖീബ് ഉഖ്ബ. അതിന്റെ പര്യവസാനം, അതിന്റെ ആത്യന്തികമായി അവർ എത്തിപ്പെടുന്ന മേഖലയെ അള്ളാഹു ഒളിപ്പിച്ചു വെക്കുന്നുമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ അള്ളാഹ്ക്ക് പേടിയില്ല എന്നല്ല. മറച്ചു വെക്കുക, ഒളിപ്പിച്ചു. അത് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞേ. ഒരു വിജനമായ കാട്ടിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന ഒരു ഭീതിയാണ് നമ്മുടെ ഹൗസ്. ആ ഒളിഞ്ഞിരിക്കലില്ല, ഒളിപ്പിച്ചു വെക്കലില്ല എന്നാണ്. അത് വ്യക്തമായി അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കും അല്ലാഹു എന്നാണ്. അവര് ചെന്നെത്തുന്ന മേഖല ഏതാണ് എന്നുള്ളത്. അല്ലാതെ റബ്ബിന് പേടില്ല എന്നല്ല. അപ്പൊ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി എന്ന് പറഞ്ഞാൽ ഇവന്റെ റബ്ബിനെ, എനിക്ക് എന്റെ റബ്ബുണ്ട് പറഞ്ഞ മനസ്സിലായത്. റബ്ബുൽ മുത്തലക്കാണെന്ന്. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാവർക്കുമുള്ള റബ്ബല്ല എന്നർത്ഥം. ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കുള്ള റബ്ബല്ല, റബ്ബുൽ മുത്തലക്കല്ല. അതാണ് അതിനെ ഒളിപ്പിച്ചു വെക്കണം. നമ്മുടെ റബ്ബിനെ വിട്ട് ഓരോരുത്തർക്കും ആ റബ്ബിനെ വിട്ട് അർബാബ് മുതഫരീഖും. അപ്പൊ ഇബ്രാഹിം എന്നെ പറഞ്ഞല്ലോ, ഷംസിനെ കണ്ടപ്പോ പറഞ്ഞു ഇതെന്റെ റബ്ബാണ്, നക്ഷത്രങ്ങളെ കണ്ടപ്പോ പറഞ്ഞു ഇതെന്റെ റബ്ബാണ്, ചന്ദ്രനെ കണ്ടപ്പോ പറഞ്ഞു ഇതെന്റെ റബ്ബാണ്. ഈ റബ്ബ് ഹാദാ റബ്ബി, ഇതാണ് ഓരോരുത്തർ തെരഞ്ഞെടുക്കുന്ന റബ്ബ്. ഇത് അവനവന്റെ ഈ റബ്ബിനെ അവിടെ മൂടി വെക്കുകയും തന്റെ മനസ്സിന്റെ ഇച്ഛകളെ വിലക്കുകയും ചെയ്താൽ അവൻ അറിവിന്റെ സ്വർഗത്തിൽ ആയിരിക്കും. പിന്നെ അവന്റെ അഭയസ്ഥാനം എന്നാണ് പറയുന്നത്. അല്ല, റബ്ബ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാവർക്കും ബാധകമായ റബ്ബുൽ മുത്തലക്കല്ല എന്നർത്ഥം. അവിടുത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. ആ ചോദ്യം വളരെ സൂക്ഷ്മമായ ചോദ്യമാണത്. അല്ല, ജ്ഞാനികളല്ലാതെ അങ്ങനെ ചോദിക്കൂല. അങ്ങനെ ഖാഫ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കുക, മറച്ചു വെക്കുക, മൂടി വെക്കുക എന്നാണ് അർത്ഥമെങ്കിൽ ഇപ്പൊ നമ്മുടെ അർത്ഥം എന്താണ്? റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെട്ട് തന്റെ നെഫ്സിന്റെ ഇച്ഛകളെ തടഞ്ഞവന് സ്വർഗത്തിലായിരിക്കും അവന്റെ അഭയസ്ഥാനം എന്നാണ്. അതല്ല, തന്റെ റബ്ബ് തന്നെ നയിക്കുന്ന ആ മഖാമ് തന്നെ നയിച്ചു കൊണ്ടുപോകുന്ന ഇടം, അതിനെ അവിടെ മാറ്റിവെക്കുകയും മറച്ചു വെക്കുകയും തന്റെ മനസ്സിന്റെ ഇച്ഛകളെ വിലക്കുകയും തന്റെ മാനസിക നെഫ്സിന്റെ ഹവകളെ
വനഹന്നഫ്സ അനിൽ ഹവ, തന്റെ നെഫ്സിന്റെ ഹവകളെ അവസാനിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആര് റബ്ബുൽ മുത്തലക്കിലേക്ക്, ഈ പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള റബ്ബിലേക്ക് പോയാൽ അവന്റെ ഫൈനൽ ജന്നത ഹിയൽ മഅവ,